ട്രംപിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചിരി വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, അയാൾ പറയുന്നതും അയാൾ പറയുന്നത് മറ്റൊന്ന്, അയാളെക്കൊണ്ട് പറയുന്നത് വേറൊന്നാണ്. ഉദാഹരണത്തിന് ഇറാൻ്റെ ഒരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ന്യൂസിൽ കാര്യമായി പ്രതികരിക്കുന്നത് ഇറാൻ്റെ ഭരണകൂടമാണ്. എന്താണ് അവർ പറയുന്നത്? മുമ്പായി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല. അതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, വില നൽകാൻ ആവശ്യമായ കുറ്റവാളികളൊക്കെ വില നൽകിക്കൊണ്ടിരിക്കും. ഇറാൻ ഒരിക്കലും ട്രംപിൻ്റെ മറുപടി കേട്ടിട്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടോ 800ഓളം വരുന്ന ആളുകളെ ഒന്നും ഒരു കുറ്റവിമുക്തമാക്കുകയോ അല്ലെങ്കിൽ വിചാരണ നടപടി നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ട്രംപിനോട് പറയാൻ ഏൽപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മലയാളത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും: ട്രംപ് അസംബന്ധം പറയുന്നു. അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റാണ്: 800 വധശിക്ഷകൾ റദ്ദാക്കിയെന്ന ആശയം അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളുടെ നിരവധി കേസുകളും കുറ്റപത്രങ്ങളും തുടരുന്നതാണ്. ടെഹ്റാൻ ചീഫ് പ്രോസിക്യൂട്ടർ അലി സഹേലി ഇദ്ദേഹം വാക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറച്ചിലെന്താ? മീഡിയ പ്രവർത്തകൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്, അവിടെ 800 ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ തൂക്കലിനെ ഞാൻ ഇടപെട്ടതുകൊണ്ട് ഇല്ലാതെയായി. മാത്രമല്ല, ഞാൻ എൻ്റെ സ്വന്തമായ തീരുമാനമാണ്. മറ്റാരും സൗദിയെ തള്ളിക്കളഞ്ഞു, ഒമാനെ തള്ളിക്കളഞ്ഞു, അറേബ്യൻ രാഷ്ട്രത്തെ മുഴുവനും തള്ളി. മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ചില ചാനലുകൾ പറഞ്ഞതുപോലെ പുടിൻ ഇടപെട്ടതുകൊണ്ട് ആ ട്രംപിന് അങ്ങനെ പറയേണ്ടി വന്നു. ആ ട്രംപ് ഈ പുടിനെയും തള്ളിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനങ്ങനെ ഇന്നലെ മുതലേ ചിന്തിച്ച് വരികയായിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ എന്നുള്ള നിലക്ക് പറയാണ്, ഞാൻ ആരെയും ആ ഒരു ലെവലിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. എൻ്റെതായ ഒരു കാര്യം ഞാൻ അങ്ങ് ചെയ്തു, അതെൻ്റെതായ താല്പര്യമാണ് എന്ന് പറയാണ്. പക്ഷേ 800ഓളം ആളുകളെ തൂക്കിയിട്ടില്ല എന്ന് പറയാനൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ വെച്ചിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നു, ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ മണ്ടന്മാരാകണ്ട, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ പറയാനും ആഗ്രഹിക്കുന്നത്. ഇറാനോട് കളിച്ചാൽ കളി പഠിപ്പിക്കും. അല്ലാതെ ട്രംപ് പറയുന്നത് പോലെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. അതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് രാഷ്ട്രമായിട്ടുള്ള ഇറാനെ കിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ യുദ്ധത്തിന് വരികയാണെങ്കിൽ ആ യുദ്ധത്തിന് പ്രതിരോധം തീർക്കാൻ ഞങ്ങളും എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയേറെ ശ്രദ്ധ അതിൽ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയാൻ. രണ്ടാമത് ട്രംപിനെ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. ട്രംപ് പറയുന്നത് ഇറാൻ്റെ പ്രതികരണത്തിന്, അഥവാ ഈ പറഞ്ഞത് ട്രംപിന് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇറാൻ്റെ പ്രതികരണത്തിന് തക്കതായ വില നൽകാൻ ഇറാൻ ഇസ്രായേലിനോട് ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ആ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ട്രംപിന് പിടിച്ചാൽ കിട്ടുന്നുമില്ല, എന്നാൽ നെതന്യാഹു പോയിട്ട് തക്കുന്നുമില്ല എന്ന് പറഞ്ഞ രീതിയാണ്. ഈ ഒരു വാക്കുകളെ ഇല്ലായ്മ ചെയ്തപ്പം, അത്ര നഖശികാന്തം എതിർത്തപ്പം ട്രംപ് പറയാണ്, ഞങ്ങൾ അവർക്കെതിരെ തിരിയാൻ ഇറാൻ്റെ പ്രതികരണത്തിന് വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിനോട് ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നുണ്ട്. ആ റിപ്പോർട്ട് മലയാളം ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയ ഒരു ട്രംപിനെ ആണല്ലോ നമ്മൾ വഹിക്കേണ്ടി വരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് രസകരമായൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെങ്കിലും ഈ മനുഷ്യനിക്ക് ഒന്നുകിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഗ്രീൻലാൻഡിനെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ 10% അവർക്കെതിരെ അല്ലെങ്കിൽ ടാക്സ് ഡെൻമാർക്കിന് നമ്മൾ ചാർത്തി കൊടുക്കും, അഥവാ ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് വിറ്റിട്ടില്ലെങ്കിൽ എന്നുള്ള ഈ ലെവലിലുള്ള വാക്കുകളും വർത്തമാനങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും ഈ വാക്കിന് ഒരു വിലയില്ലെന്ന് ഈ ഇറാൻ ഗവൺമെൻറ് ആ രൂപത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.